ഇന്ന് നമ്മൾ ഈവനിങ് കാപ്പട് ബീച്ചിലേക്കാണ് ഒരു യാത്ര പോകുന്നത്. അപ്പോൾ ഏട്ടൻ്റെ ഓട്ടോയിലാണ് പോകുന്നത്. ഞാനും റിത്തോസും ഏട്ടനും കൂടെയാണ് പോകുന്നത്. പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി റിത്തോസ് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ബീച്ചിലേക്ക് പോകുന്നതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. നമ്മുടെ കാപ്പാട് തൊട്ടടുത്താണെങ്കിൽ തന്നെ റിത്തോസിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കാപ്പാട് ബീച്ച്. അപ്പോൾ നമ്മൾ കാപ്പാട് ബീച്ചിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ചേട്ടൻ്റെ ഒരു ഐഡിയ തോന്നി. ഏട്ടൻ പറഞ്ഞു നമുക്ക് കാപ്പാട് ബീച്ചിൻ്റെ ലാസ്റ്റൊക്കെ പോവാം, തൂവപ്പാറ ഭാഗത്തേക്ക് പോവാം. അപ്പോൾ കാപ്പാട് ബീച്ചിൻ്റെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഇത് നല്ലൊരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നും വരാറില്ല. ഒന്നാമത് ഇത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നിവിടെ അത്ര വലിയൊരു തിരക്കൊന്നും കാണുന്നില്ല. അപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഈവനിങ് ആയപ്പോൾ ഒന്ന് കടലിലേക്കൊന്ന് ഇറങ്ങി. നല്ല ശാന്തമായി ഒരു പുഴയുടെ പോലെയാണ് കടൽ നിൽക്കുന്നത്. അപ്പോൾ എന്തോ വേലിയർക്കോ എന്തോ ഒരു ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറയുന്നു. അപ്പോൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ചെയ്ത് നമ്മൾ റീലൊക്കെ ചെയ്തായിരുന്നു. ഇവിടെ കടലിൽ കളിക്കാൻ മോഹമുണ്ടായിരുന്നു. പിന്നെ കാലൊക്കെ നനഞ്ഞാൽ അതുമായിട്ട് പോകണ്ടേന്ന് ആലോചിച്ചപ്പം കടൽ തിരമാലകൾ ചവിട്ടാതെ ബേക്കോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അച്ഛനും മോനും ഷൂസ് ആയതുകൊണ്ട് തന്നെ അവർ കടലൊന്നും നനയാൻ നിന്നില്ല, കടലിൽ നിന്ന് വെള്ളമൊന്നും. അപ്പോൾ കടൽ തിരയിലൂടെ ഇങ്ങനെ കുറേ ദൂരം ഞങ്ങൾ നടന്നൊക്കെ കളിച്ചു. കുറേ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വെല്ലെ ഇവിടുന്ന് സ്കൂട്ടായി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു തൂവപ്പാറ ഭാഗത്തേക്ക് പോകാം നമുക്കിന്ന്. അവിടേക്കൊന്നും ഇപ്പോൾ ഓൾറെഡി അങ്ങനെ ഞങ്ങൾ പോവാറില്ല. കാപ്പാട് ബീച്ച് വരെ വന്നിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ തൂവപ്പാറയിലേക്ക് പോകാൻ വേണ്ടി വീണ്ടും ഓട്ടോയിലേക്ക് കയറി. ഇതേ മലയുടെ മുകളിൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, പാറമ്മൽ ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ താഴെ കൂടി നമ്മളിവിടെ ബീച്ചിൻ്റെ എൻഡെത്തി ഇവിടെ ഓട്ടോ സൈഡാക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഇവിടെയും അങ്ങനെ കാര്യമായിട്ട് തിരക്കൊന്നുമില്ല. സാധാരണ ഹോളിഡേയ്സ് ടൈമൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇപ്പം നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ചുറ്റടിച്ച് കളിച്ചു. അങ്ങനെ ബീച്ചിന് ലക്ഷ്യമായി ഞങ്ങൾ നടന്നു. ബീച്ചിൻ്റെ സെൻട്രൽ ഇത് ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ചെറിയ കുട്ടികളൊക്കെ ഇവിടെ കല്ലുമ്മക്കായൊക്കെ പറിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏരിയ അതായി അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ അതിനിടയിൽ ലൈറ്റായിട്ട് ഒരു സ്നാക്സൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ വാങ്ങി ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങി. സെവനിപ്പോൾ കുടിക്കുന്നുണ്ട് റിത്തോസ്. അങ്ങനെ നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഏരിയയൊക്കെ വളരെ നല്ലൊരു മെമ്മറീസാണ് തരുന്നത്. കാരണം നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ മാരേജ് കഴിഞ്ഞ് ഫസ്റ്റ് വന്നുള്ള ഒരു ഏരിയയാണ്. ഇതിൻ്റെ മുകളിലേക്കൊക്കെ വന്ന് അന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു ഓർമ്മയുണ്ട്. ആ ഒരു ഓർമ്മ പുതുക്കാൻ കൂടി വന്ന പോലെ ഏട്ടനും ഞാനും റിത്തോസും അങ്ങനെ ആ മലയുടെ മുകളിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ വീണ്ടും ഇവിടെ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നുന്നു. അതും ഏട്ടൻ്റെ റിത്തോസിനെയും കൊണ്ടുണ്ട്. റിത്തോസ് ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നത്. അങ്ങനെ അച്ഛനും മോനും മുമ്പിലേക്ക് കയറിപ്പോയി. ഞാൻ ഇതേ പിറകിലൂടെ വരികയാണ്. ഇതിന് താഴേക്ക് നോക്കുമ്പോൾ ഇതേ ഇങ്ങനെ പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമായിട്ടുണ്ട് കാണാൻ. കടൽ ശാന്തമായിട്ട് പുഴയുടെ പോലെയുണ്ട് കാണാൻ. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ നേരം ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്നു. ഇവിടെ അത്യാവശ്യം ഒറ്റയും തെറ്റിയൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവരിതേ മുമ്പ് പോന്നു. ഞാൻ വീഡിയോസൊക്കെ എടുത്ത് പിറകിലായിരുന്നു. അവരുടെ ഒപ്പം തന്നെ നടന്നു. കുറച്ച് ടൈം ഇവിടേക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വെല്ലം ഇവിടുന്ന് നമ്മൾ സ്കൂട്ടായി താഴേക്ക് ഇറങ്ങി. ഇനി നെക്സ്റ്റ് നമുക്ക് റിത്തൂസിനായിട്ട് കാപ്പാട് ബീച്ചിലേക്ക് തന്നെ പോകാമെന്നായിരുന്നു ഏട്ടൻ പറഞ്ഞത്. പതിയെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഞങ്ങൾ. അങ്ങനെ മെല്ലെ ഇറങ്ങണം. പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് കാല് സ്ലിപ്പാവുകയാണെങ്കിൽ വീണ് കിടന്നാൽ പിന്നെ എല്ലാവരും കണ്ടാൽ മോശമല്ലേ. അങ്ങനെ ഓട്ടോ ലക്ഷ്യമായി ഞങ്ങൾ വീണ്ടും നടന്നു. ഓട്ടോയിൽ കയറി നമ്മൾ കാപ്പാട് ബീച്ചിലേക്ക് തന്നെ എത്തി. അപ്പോൾ നമ്മളിവിടെ സെയിം നാട്ടുകാരായതുകൊണ്ട് നമുക്കിവിടെ ടിക്കറ്റ് വേണ്ട. ഞങ്ങളിങ്ങനെ വെള്ള എൻട്രൻസിലൂടെ കയറി അങ്ങോട്ടേക്ക് ലക്ഷ്യമാക്കി നടന്നതായിരുന്നു. ബട്ട് ഇവിടെ ഒരു പുതിയ സവാരിക്ക് വേണ്ടി ജീപ്പൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ റിത്തൂസിൻ്റെ കൺട്രോൾ പോയി അവൻ അങ്ങോട്ട് നേരെ ഓടി. അങ്ങനെ ആളിതേ ഈ ജീപ്പിലാണ് റൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് കയറിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ 2 റൗണ്ടൊക്കെ ജീപ്പിൽ കയറി കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആൾ കയറിപ്പോയി. റിമോട്ട് കൺട്രോളൊക്കെ ഇത് നോക്കുന്നവരുടെ കൈയിലായിരുന്നു. അവന് നല്ല എൻ്റർടൈൻമെൻ്റായി തോന്നി.
അപ്പം ഞങ്ങൾ അതിലൊക്കെ റൗണ്ട് അടിച്ചതിന് ശേഷം ഇറങ്ങി വീണ്ടും ബീച്ചിൻ്റെ മുമ്പിലേക്ക് നടന്നപ്പോൾ ഇവിടെയൊക്കെ ഇത് കാലിയൊക്കെ എടുക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല, അത്രക്കും തിരക്കായിരിക്കും കുട്ടികളെ കൊണ്ട് തന്നെ. അപ്പോൾ ആൾ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഒരു എൻജോയ്മെൻറ്റ് തോന്നുന്നില്ല. ഇതിന്ന് ഇറങ്ങണം എന്നൊക്കെയാണ് പറയുന്നത്. 2 റൗണ്ട് അടുപ്പിച്ചു എന്നിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു. കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കിനെ ഇത് ഇവിടെ ലൈറ്റ്സൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഏകദേശം സന്ധ്യ എന്നൊക്കെ പറയുന്ന അതുപോലെ ഉണ്ട്. ലൈറ്റൊക്കെ ഓണായി. ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് ഇവിടെ കുട്ടികൾക്കായിട്ട് ഒരു സ്പെഷ്യൽ ഏരിയ തന്നെ ഉണ്ട്. അവിടെ പോയി നമ്മൾ ഒരു എയറോപ്ലെയിനിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. അതിൽ കയറാമെന്ന് പറഞ്ഞു. അതിൽ കയറ്റി നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് കാണാനൊക്കെ. അപ്പോൾ ആൾക്കും നല്ല എൻജോയ്മെൻ്റ് ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒറ്റയ്ക്കാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ആരുമില്ല. ഒറ്റയ്ക്ക് കറങ്ങാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അതിൽ നിന്നും കുറച്ച് നേരം കറങ്ങിയപ്പോൾ ഇറങ്ങണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുതിരയിൽ കയറണം പറഞ്ഞു. അതും അവന് എൻ്റർടൈൻമെൻ്റ് ആയി തോന്നിയില്ല. കൂടെ കമ്പനിക്ക് വേറെ ആരും ഇല്ലല്ലോ. ഇതൊക്കെ ഒഴിഞ്ഞ് കിടക്കുമ്പോൾ കുട്ടിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ അതൊന്നും വെള്ളം ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മളൊരു തട്ടുകടയിലേക്കായിരുന്നു പോയത്. തട്ടുകടയിൽ നിന്ന് ഒരടിപൊളി ചായയും ഗ്രീൻ പീസ് മസാലയൊക്കെ കഴിച്ചു. നമ്മുടെ ഈവനിങ് സവാരി ഏകദേശം സ്റ്റോപ്പ് ചെയ്യാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാപ്പാട് ബീച്ചിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.